വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും കുക്കിംഗ് അറിയാത്തവർക്ക് പോലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും. ബാച്ചിലേഴ്സിനായിരുന്നാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 2 വലിയ സവോളയാണ്. അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിടാവുന്നേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ വേവിച്ചിട്ടാണ്, ഇത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇടത്തരം ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കണം. തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിൽ വന്നിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാനാണ്. ആ പാനിലേക്ക് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മളതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ ആവുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് നമ്മൾ. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 2 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ഒരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ്. അതിൻ്റെയും ഒരു പച്ചമണം മാറണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി ഇതിലെ എണ്ണയൊക്കെ ഒന്ന് നമുക്ക് തെളിഞ്ഞ് വരണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിലേക്ക് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടേത് ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് പോയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി, ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട്. ഈ സമയം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം വന്നിട്ട് ഒത്തിരി ലോയിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ്റെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്ക് ചെയ്തെടുത്ത് ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് അതിൽ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ശരിക്കും അതൊന്ന് വെള്ളം നമുക്ക് ചിക്കൻ വേവേണ്ട വെള്ളമൊക്കെ ആവശ്യത്തിന് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ്. ആ ചേർക്കുമ്പോഴേക്കും നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുകയാണ്. നമുക്കൊരു 20-25 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് തുടങ്ങുന്ന ആ സമയമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു ചെറിയ നാരങ്ങ കേട്ടോ, ചെറിയ നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് പുളിപ്പിനായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തത് കാരണം ഇത് ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഫ്ലേവറും നല്ലൊരു മണം തന്നെ വരും കേട്ടോ, മല്ലിയില എല്ലാം ചേർക്കുമ്പോഴേക്കും. ഇനി ഒരു 5 മിനിറ്റ് കേട്ടോ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഏതാണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റേ ഞാനിപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.